സംസ്ഥാനത്ത് പെയ്ത കനത്ത മഴയിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടായി. കർഷകരെ കണ്ണീരിലാഴ്ത്തി ഒട്ടേറെ കൃഷിയിടങ്ങളാണ് നശിച്ചത്. ശക്തമായ കാറ്റിൽ മരങ്ങൾ വീണ് ഒട്ടേറെ വീടുകൾക്ക് കേടുപാടുകൾ പറ്റി. ഗതാഗതവും പലയിടങ്ങളിലും തടസ്സപ്പെട്ടു. ശക്തമായ കാറ്റും ഇടമുറിയാതെ പെയ്ത മഴയും കേരളക്കരയെ ദുരിതക്കയത്തിലാക്കി. കണ്ണൂരിലെ പയ്യന്നൂർ കാനായി ഭാഗത്ത് വീശിയടിച്ച കാറ്റിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. മരങ്ങൾ വീടുകൾക്ക് മുകളിലേക്ക് കടപുഴകി വീണു. തലശ്ശേരി തലായിൽ കിണർ 3 മീറ്ററോളം ഇടിഞ്ഞു താണു. കോഴിക്കോട്ടെ കുറ്റ്യാടി, കാവിലുംപാറ മലയോര മേഖലകളെ പേമാരി പെയ്ത്ത് ആശങ്കയിലാഴ്ത്തി. തൊട്ടിൽപ്പാലം പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. മുക്കം ഇരുവഴിഞ്ഞിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. കുറ്റ്യാടി ചെറിയ കുമ്പളം കട്ടൻകോട് റോഡിൽ മരം വീണ് ഗതാഗതം നിലച്ചു. നെല്ലിയാമ്പതിയിൽ ഇന്നലെ ഉച്ച മുതലുണ്ടായ വൈദ്യുതി തടസ്സം പരിഹരിച്ചു. പമ്പ, അച്ചൻകോവിൽ, മീനച്ചിൽ, മണിമല നദികളിൽ ജലനിരപ്പ് ഉയർന്നു. കോതമംഗലം കുട്ടമ്പുഴയിൽ പെയ്ത കനത്ത മഴയിൽ ചപ്പാത്ത് വെള്ളത്തിനടിയിലായി. കനത്ത മഴയിൽ പത്തനംതിട്ട അരയാഞ്ഞില് മണ്ണിൽ KSRTC ബസ് കുടുങ്ങി. കോന്നിയിലെ അടവി കുട്ടവഞ്ചി സഞ്ചാര കേന്ദ്രം താത്കാലികമായി അടച്ചു. രാജാക്കാട് മയിലാടുംപാറ റൂട്ടിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പാലക്കാട് ആലത്തൂർ പത്തനാപുരത്തെ നടപ്പാലം തകർന്നു വീണു. 1500 കുടുംബങ്ങൾക്ക് ഭാരതപ്പുഴ കടന്ന് ആലത്തൂരിലേക്ക് എത്താനുള്ള താൽക്കാലിക പാലമാണ് തകർന്നത്. കനത്ത മഴയ്ക്ക് പിന്നാലെ എറണാകുളം ചെല്ലാനത്ത് വെള്ളക്കെട്ട് രൂക്ഷമായി. കണ്ണമാലി മേഖലയിൽ കടൽ കയറിയതോടെ വീടുകൾ ഉൾപ്പെടെ വെള്ളക്കെട്ടിലായി. കനത്ത മഴയിൽ മരമൊടിഞ്ഞു വീണ കൊച്ചി സിറ്റി എയർ ക്യാമ്പിലെ കെട്ടിടത്തിന് കേടുപാടുണ്ടായി. തിരുവനന്തപുരം ഇരട്ടച്ചിറയിൽ കൂറ്റൻ തേക്കുമരം വീടിന് മുകളിലേക്ക് വീണു. മരത്തിന്റെ ചില്ലകൾ വൈദ്യുതി ലൈനിൽ കുടുങ്ങിയെങ്കിലും വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആറ്റിങ്ങലിൽ മരം KSEB ലൈനിൽ വീണ് വൈദ്യുതി പോസ്റ്റ് തകർന്നു. കൊട്ടാരക്കരയിലും വീടിന് മുകളിലേക്ക് മരം വീണു. ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ അന്നദാന ഹാളിന്റെ ഒരു ഭാഗം തകർന്നു. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.